നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൊന്നാനിയിൽ ശവ്വാൽ പിറ തെളിഞ്ഞു. വ്രതശുദ്ധിയുടെ പുണ്യവുമായി കേരളത്തിൽ തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഈദ്ഗാഹുകളിൽ വിപുലമായ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് ക്രമീകരണങ്ങളായി. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കം. തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവിന്റെ ഭാഗമായി നാടൻ കലാരൂപങ്ങളും തെയ്യക്കാഴ്ചകളും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രമുറ്റത്തെത്തി ചുവടുകൾ വെച്ചു. തിങ്കളാഴ്ച ആനയെഴുന്നള്ളിപ്പിന്റെ ചന്തം വിരിയുന്ന പൂരാഘോഷം. ലഹരിക്കെതിരെ കൈകോർത്ത് പൗരസമൂഹം. എരുമപ്പെട്ടിയിൽ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ജാഗ്രതാ സമിതി രൂപീകരിച്ചു. പിന്തുണയുമായി സിസിടിവി ന്യൂസും. യോദ്ധാവാകാം ജേതാവാകാം എന്ന സന്ദേശവുമായി ഗുരുവായൂരിൽ നൈറ്റ് മാർച്ച്. വിവിധയിടങ്ങളിൽ ബോധവൽക്കരണങ്ങളും സജീവം. ചങ്ങരംകുളം പാവിട്ടപ്പുറത്ത് നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ സ്കൂട്ടറിടിച്ച് ഗുരുവായൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. താമരയൂർ സ്വദേശി 56 വയസ്സുള്ള രാഘവനാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. ശവ്വാൽ പിറ തെളിഞ്ഞു. കേരളത്തിൽ തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഒരു മാസം നീണ്ട കഠിനവ്രതത്തിലൂടെ ആർജിച്ച ആത്മവിശുദ്ധിയുടെ കരുത്തിൽ ഈദുൽ ഫിത്വർ ആഘോഷിക്കാനൊരുങ്ങുകയാണ് വിശ്വാസികൾ. കടുത്ത ചൂടിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇക്കുറി റമദാൻ വ്രതം പൂർത്തിയാക്കിയത്. പുണ്യങ്ങളുടെ പൂക്കാലമായ ഷഹർ റമദാൻ വിട പറയുമ്പോൾ പെരുന്നാളൊരുക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഈദ് ദിനത്തിൽ ഒരാൾ പോലും പട്ടിണി കിടക്കരുതെന്ന കരുതലിന്റെ സന്ദേശമുണർത്തി ഫിത്വർ സക്കാത്ത് വിതരണം റമദാനിലെ അവസാന രാത്രിയിൽ തന്നെ പൂർത്തിയാക്കും. പെരുന്നാൾ നമസ്കാരത്തിനായി പള്ളികളും ഈദ്ഗാഹുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. പെരുന്നാൾ വിപണിയും ദിവസങ്ങളായി സജീവമാണ്. പെരുന്നാൾ പുലരിയിൽ പുതുവസ്ത്രമണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ പൂശി വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിനെത്തും. ശേഷം സ്നേഹാലിംഗനങ്ങളോടെ ഈദാശംസകൾ നേരും. ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ച് ബന്ധുവീടുകളിൽ സന്ദർശനം നടത്തിയുമാണ് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾ പൂർത്തിയാക്കുക. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സെമിനാറും ഇഫ്താർ സംഗമവും KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് മുത്തുണ്ണി ഹാജി അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ബിജു അമ്പഴക്കാടൻ മുഖ്യാതിഥിയായി. ട്രെയിനർ അക്ബർ അലി ലഹരി വിരുദ്ധ സെമിനാറിന് നേതൃത്വം നൽകി. KPCC ജില്ലാ വൈസ് പ്രസിഡന്റ് ഡേവിസ് വടക്കൻ, ജില്ലാ സെക്രട്ടറി ജമാൽ, പ്രവാസി കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് ഖാദർ മോൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, മണലൂർ ബ്ലോക്ക് പ്രസിഡന്റ് പോൾസൺ, യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ, മറ്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. KPCC ജില്ലാ സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ ജബീർ നാലകത്ത് സ്വാഗതവും മണ്ഡലം സെക്രട്ടറി CS അലി നന്ദിയും പറഞ്ഞു. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കമായി. തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവിന്റെ ഭാഗമായി നാടൻ കലാരൂപങ്ങളും തെയ്യക്കാഴ്ചകളും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രമുറ്റത്തെത്തി ചുവടുകൾ വെച്ചു. ആഘോഷം CCTV പ്രാദേശികം ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് പ്രസിദ്ധമായ പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം നടക്കുന്നത്. തിങ്കളാഴ്ച പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരം എഴുന്നള്ളിപ്പ് നടക്കും. ഞായറാഴ്ച 28 വേല കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വേല ആഘോഷം നടന്നത്. നാടൻ കലാരൂപങ്ങളും തെയ്യക്കാഴ്ചകളും വൈകിട്ട് 5 മണി മുതൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു. ചെണ്ടമേളവും നാദസ്വരവും തമ്പോലയും വാദിവിസ്മയം തീർത്ത സന്ധ്യയിൽ തെയ്യക്കാഴ്ചകളും നാടൻ കലാരൂപങ്ങളും രാത്രി 8 മണിവരെ ക്ഷേത്രമൈതാനിയിൽ ആടിത്തിമിർത്തു. പൂരദിവസമായ തിങ്കളാഴ്ച രാവിലെ നട തുറക്കലിന് ശേഷം വിശേഷാൽ പൂജകളും ശീവേലി, പറയെടുപ്പ് എന്നിവ നടക്കും. രാവിലെ 11 മണി മുതൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ട് ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് 2:30 ക്ഷേത്ര നടപ്പുരയിൽ നിന്ന് ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. വാദ്യകലാകാരന്മാരായ നെല്ലുവായ് ശശി, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണിത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന എഴുന്നള്ളിപ്പിന് കൊമ്പൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരാഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലേക്കെത്തും. 6 മണിക്ക് മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ മേള പ്രമാണിത്വത്തിൽ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ഗജവീരന്മാർ അണിനിരക്കും. 6:30 പാരമ്പര്യ അനുഷ്ഠാന കലകളും ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. തുടർന്ന് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി എന്നീ ചടങ്ങുകളും നടക്കും. 25-ന് കൊടിയേറ്റം മുതൽ പൂരാഘോഷം വരെയുള്ള ദിവസങ്ങളിൽ പ്രാദേശിക കലാസംഘങ്ങളുടെയും പ്രശസ്ത കലാകാരന്മാർ അണിനിരന്ന പ്രൊഫഷണൽ ടീമുകളുടെയും വിവിധ കലാപരിപാടികൾ ക്ഷേത്രമൈതാനിയിൽ അരങ്ങേറിയിരുന്നു. ദേവസ്വം ഭാരവാഹികളായ PG അജയൻ, UB ജയൻ, KG ഗോപിനാഥൻ, KA ബാലൻ, KV ചന്ദ്രൻ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകും.
ആർത്താറ്റ് മേഖലയിൽ ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും ഇറങ്ങിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ആർത്താറ്റ് മുത്തപ്പൻ ബസാറിൽ ചെമ്മണ്ണൂർ പാടത്തു നിന്നും ആർത്താറ്റിലേക്ക് പോകുന്ന നാണുനായരുടെ കയറ്റത്തിലും മറ്റുമാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. ഷൂട്ടിംഗിൽ വൈദഗ്ധ്യം നേടിയ കൊച്ചി മരട് സ്വദേശിയായ സംഗീതിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. കൌൺസിലർ പ്രിയ സജീഷ്, പാടശേഖര സമിതി ഭാരവാഹി സോമൻ, UV ഷനിൽ, സജീഷ്, ബിജു, നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരൻ സജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 29-ാം വാർഡ് നവരശ്മി അംഗൻവാടിയുടെ പരിസരത്ത് നിന്നുമാണ് 30ഓളം വരുന്ന പന്നിക്കൂട്ടങ്ങളിലെ 4 എണ്ണത്തിനെ വെടിവെച്ച് വീഴ്ത്തിയത്. ഇവയെ ശാസ്ത്രീയമായി സംസ്കരിക്കുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു. കുമ്പളങ്ങാട് ചാഴിക്കുളത്ത് വീട്ടുപറമ്പിലെ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. ചാഴിക്കുളം വീട്ടിൽ പരമേശ്വരന്റെ പറമ്പിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത്. ഞായറാഴ്ച രാവിലെ വലിയ കരച്ചിൽ കേട്ടതോടെയാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ജനപ്രതിനിധികളെ വിവരം അറിയിച്ചു. ഞായറാഴ്ച ഉച്ചയോടെ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഷൂട്ടർ എത്തി പന്നിയെ വെടിവെച്ചു കൊന്നു. സ്ഥലത്തുനിന്ന് നീക്കം ചെയ്തു. ക്ഷേത്രഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കേച്ചേരി പെരുമണ്ണ് പിഷാരക്കൽ കാർത്തിയേനി ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിലെ പ്രതിയായ ആലുവയിൽ താമസിക്കുന്ന ഇടുക്കി സ്വദേശി വലിയ പറമ്പിൽ വീട്ടിൽ വിപിനുമായാണ് കുന്നംകുളം പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഈ മാസം 18-ന് പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്രത്തിന് പുറത്തും അകത്തുമായി സ്ഥാപിച്ചിട്ടുള്ള 2 ഭണ്ഡാരങ്ങളുടെയും പൂട്ടുതകർത്ത് പണം കവരുകയും കൂടാതെ ക്ഷേത്രം ഓഫീസിന്റെ വാതിൽ തകർത്ത് അകത്തുള്ള അലമാരയിൽ സൂക്ഷിച്ച പണവും വിശേഷ ദിവസങ്ങളിൽ ഭഗവതിയുടെ വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളിയുടെ ഗോളകയുമാണ് കവർന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ക്ഷേത്രത്തിൽ നിന്നു ലഭിച്ച വിരലടയാളം പരിശോധിച്ചതിൽ നിന്ന് മോഷണ കേസുകളിൽ പ്രതിയായ വിപിനെ തിരിച്ചറിഞ്ഞിരുന്നു. മറ്റൊരു മോഷണ കേസിൽ ആലുവ പോലീസിന്റെ പിടിയിലായതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ പ്രതി പിഷാരിക്കൽ ക്ഷേത്രത്തിൽ നടത്തിയ മോഷണവും വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കുന്നംകുളം പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത്. ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ച രീതിയും മോഷണം നടത്തിയതിന്റെ വിവരങ്ങളും വിപിൻ പോലീസിനോട് വിശദീകരിച്ചു. ക്ഷേത്രസമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും പ്രതിയെ തെളിവെടുപ്പിനെത്തിക്കുന്നതറിഞ്ഞ് ക്ഷേത്രത്തിലെത്തിയിരുന്നു. ചങ്ങരംകുളം പാവിട്ടപ്പുറത്ത് നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ഗുരുവായൂർ താമരയൂർ സ്വദേശി 56 വയസ്സുള്ള രാഘവനാണ് മരിച്ചത്. ഗുരുവായൂർ ദേവസ്വം ആനത്താവളത്തിൽ റിട്ടയേർഡ് ഫീൽഡ് വർക്കറായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ ഇതേ റോഡിൽ വന്നിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രാഘവനെ യാത്രക്കാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചങ്ങരംകുളം പോലീസ് അപകട സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ശാലിനി ഭാര്യയും സുചിത്ര, ഗായത്രി എന്നിവർ മക്കളുമാണ്. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ കൈകോർത്ത് എരുമപ്പെട്ടി ജാഗ്രതാ സമിതി. പിന്തുണയുമായി CCTV ന്യൂസും ജാഗ്രതാ സമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S. വസന്തലാൽ നിർവഹിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയുടെയും മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ക്ഷേത്ര കമ്മിറ്റികളെയും വായനശാല, വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പ്രസ് ക്ലബ്ബ്, ആക്ട്സ്, സ്കൂൾ PTA, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയ സംഘടനകളെ ഉൾപ്പെടുത്തിയാണ് ലഹരിക്കെതിരെ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. CCTV ന്യൂസ് ചാനലും ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമുണ്ട്. ചടങ്ങിന് ജാഗ്രതാ സമിതി ചെയർമാൻ ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. എരുമപ്പെട്ടി മഹല്ല് പ്രതിനിധി ബഷീർ അഷ്റഫി, നെല്ലുവായ് മുല്ലയ്ക്കൽ ക്ഷേത്രം കൊച്ചിൻ ദേവസ്വം ജൂനിയർ ഓഫീസർ PV ഹരികൃഷ്ണൻ എന്നിവർ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ് മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, സതി മണികണ്ഠൻ, എരുമപ്പെട്ടി SI KV ജോണി, മഹല്ല് പ്രസിഡന്റ് KA അബ്ബാസ്, ഫൊറോന പള്ളി ട്രസ്റ്റി MV ഷാൻഡോ, വായനശാല പ്രസിഡന്റ് KM അഷ്റഫ്, ആക്ട്സ് പ്രസിഡന്റ് കാവിൽ നാരായണൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, BJP പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി ജോൺസൺ ചുങ്കത്ത്, പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് KK മാത്യു, മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി ഫസലു റഹീം, PTA SMC പ്രസിഡന്റുമാരായ PT സുശാന്ത്, ബിജു ജോർജ്, VS ശ്രീജൻ, CCTV മാനേജിംഗ് ഡയറക്ടർ TV ജോൺസൺ,
ജനറൽ മാനേജർ സിൻഡോ ജോസ്, ഓപ്പറേറ്റർമാരായ മനോജ്, പ്രദീപ്, ജാഗ്രതാ സമിതി വൈസ് ചെയർമാൻ KA ഫരീദ് അലി, ജോയിന്റ് കൺവീനർ MA ഉസ്മാൻ എന്നിവർ സംസാരിച്ചു. ജാഗ്രതാ സമിതി കൺവീനർ MV ബാബു മാസ്റ്റർ സ്വാഗതവും ട്രഷറർ റഷീദ് എരുമപ്പെട്ടി നന്ദിയും പറഞ്ഞു. CCTVയുടെ നേതൃത്വത്തിൽ അഭിനയ G ആർട്സ് അവതരിപ്പിച്ച കുട എന്ന ലഘുനാടകവും അരങ്ങേറി. പെരുമഴയായി നമുക്ക് നേരെ പെയ്തിറങ്ങുമ്പോ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യില് ഒരു കൊട വേണം. ലഹരിക്കെതിരെ അരങ്ങേറിയ ലഘുനാടകം കുട ആശയം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ശ്രദ്ധ നേടി. എരുമപ്പെട്ടി ജാഗ്രതാ സമിതി എരുമപ്പെട്ടി സെന്ററിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സദസ്സിലാണ് കുട എന്ന നാടകം അരങ്ങേറിയത്. CCTVയുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് നാടകം അവതരിപ്പിച്ചത്. രാസലഹരി പേമഴയായി പെയ്യുമ്പോൾ പ്രതിരോധിക്കാൻ ചോരാത്ത ഒരു കുട സമൂഹം കരുതിയിരിക്കണമെന്ന സന്ദേശമാണ് നാടകം കാണികൾക്ക് നൽകിയത്. അഭിനയ, ഷഹബാൻ, രാഹുൽ അഭിനയ എന്നിവരുടെ അഭിനയ മികവ് കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. ലോകം മാറിക്കൊണ്ടിരിക്കുക. അഭിനയ G ആർട്സിന്റെ ബാനറിൽ B പ്രിയദർശനാണ് നാടകരചനയും സംവിധാനവും നിർവഹിച്ചത്. സുജിത, ഫെബീന എന്നിവരാണ് സംവിധാന സഹായികൾ. കല രഞ്ജിത്ത് കടവല്ലൂരും മേക്കപ്പ് സുമേഷ് അഭിനയുമാണ്. ലഹരി വിപത്തിനെതിരായി യോദ്ധാവാകാം ജേതാവാകാം എന്ന സന്ദേശവുമായി ബ്രദേഴ്സ് ക്ലബ്ബ് തിരുവെങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ നൈറ്റ് മാർച്ച് നടത്തി. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ഗുരുവായൂർ ACP TS സിനോജ് ഉദ്ഘാടനം ചെയ്തു. ബ്രദേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ബാലൻ വാരനാട്ട് അധ്യക്ഷനായി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, കൌൺസിലർമാരായ ദേവിക ദിലീപ്, VK സുജിത്, KPA റഷീദ്, ക്ലബ്ബ് സെക്രട്ടറി രവി കാഞ്ഞുള്ളി, മേഴ്സി ജോയ്, ശ്രീദേവി ബാലൻ, K നന്ദകുമാർ, KT സഹദേവൻ, PI ലാസർ എന്നിവർ സംസാരിച്ചു. ദീപശിഖയുമായി ഗുരുവായൂർ നഗരം ചുറ്റി സമാപിച്ച മാർച്ചിന് P മുരളീധര കൈമൾ, രാജീവ് മോഹനൻ, രമ്യ വിജയകുമാർ, ഹിമ അനിൽ, ശശി വാറനാട്ട്, ചന്ദ്രൻ ചങ്കത്ത്, NK ആൻഡോ, രഘു മൂത്തേടത്ത്, ധന്യ ഗോപൻ എന്നിവർ നേതൃത്വം നൽകി. നിങ്ങളുടെ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ള കൂട്ടായ്മയുടെ ആശയം തീർച്ചയായിട്ടും നമ്മളിന്ന് സമൂഹം ഏറ്റെടുത്തിട്ടുള്ള പൊതു ആശയത്തിൻ്റെ ഭാഗമാണ്. എന്നതിനപ്പുറത്തേക്ക് ഒരു പരിധിവരെ ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ ഇവർ തിരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരു പരിധിവരെ ഒരു സാധാരണക്കാരന് സാധിക്കില്ല എന്നതാണ്. പക്ഷേ കൂട്ടായ പ്രയത്നത്തിലൂടെ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ പയ്യൂർക്കാവ് ദേശം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പയ്യൂർക്കാവ് ക്ഷേത്രത്തിന് സമീപത്തെ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പയ്യൂർക്കാവ് ദേശം ഉത്സവാഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ സജീവ് കുമാർ അധ്യക്ഷനായി. CV പ്രജനീഷ്, K ജയരാജ്, സുരേഷ് കൃഷ്ണ, രാധാകൃഷ്ണൻ, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സ്പോർട്സ് കിറ്റ് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ PG ശിവശങ്കരൻ കുട്ടികൾക്ക് വിതരണം ചെയ്തു. മയക്കുമരുന്ന് മുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ ഭാഗമായി സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി തൃശൂർ കോസ്റ്റൽ സൈക്ലോത്തോൺ നടത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ എക്സൈസ് വകുപ്പ് വിമുക്തിയും സൈക്ലേഴ്സ് തൃശൂർ അംഗങ്ങളും സംയുക്തമായാണ് സൈക്കിൾ പര്യടനം നടത്തിയത്. രാവിലെ 8 മണിയോടെ പുന്നേർകുളം പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ യാത്രയ്ക്ക്
തുടക്കം കുറിച്ച് ജില്ലാ കളക്ടർ സംസാരിച്ചു. കളക്ടറും പങ്കാളിയായ 50 പേരോളം അടങ്ങുന്ന സംഘത്തിന്റെ സൈക്കിൾ യജ്ഞം അണ്ടത്തോട്, ചാവക്കാട്, ചേറ്റുവ, വാടാനപ്പള്ളി, പെരിഞ്ഞനം വഴി 64 കിലോമീറ്ററോളം സഞ്ചരിച്ച് കോട്ടപ്പുറത്ത് സമാപിച്ചു. എക്സൈസ് കമ്മീഷണർ PK സതീഷ്, എക്സൈസ്, വടക്കേക്കാട് പോലീസ്, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നേർക്കുളം തൊട്ട് മുസറീസ് കോട്ടപ്പുറം വരെയാണ് നമ്മൾ നടത്തുന്ന ഏകദേശം 63 കിലോമീറ്ററോളം നീണ്ടിരിക്കുന്ന സൈക്ലിംഗ് ആണ്. ഇന്നത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു ഹെൽത്തി ലൈഫ്, സ്പോർട്സാണ് ലഹരി എന്നുള്ളൊരു തീമിലാണ് നമ്മൾ ഇന്നത്തെ ഈ സൈക്ലത്തോൺ നടത്തുന്നത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് 50ഓളം സൈക്ലേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. സൈക്ലേഴ്സ് തൃശ്ശൂരിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ലഹരിക്കെതിരെ LDF പുന്നേർകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. EK നിഷാറിന്റെ അധ്യക്ഷതയിൽ ആൽത്തറ സെന്ററിൽ നടന്ന മനുഷ്യച്ചങ്ങല പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് ഓഫീസർ ധനുഷ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. V അപ്പു മാസ്റ്റർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ജാസ്മിൻ ഷഹീർ സംസാരിച്ചു. KS ഭാസ്കരൻ സ്വാഗതവും CD ചിത്രാംഗതൻ നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകളിലേക്ക്. പഴഞ്ഞി ഹൈസ്കൂളിന് സമീപം പൊട്ടിയ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി ചെയ്ത ഭാഗത്തുണ്ടായ ചോർച്ചയടച്ചു. വീണ്ടും കുഴിയെടുത്താണ് അറ്റകുറ്റപ്പണി നടത്തിയത്. ബുധനാഴ്ച വൈകിട്ടാണ് പൈപ്പ് പൊട്ടിയത്. വെള്ളത്തിന്റെ കുത്തിയൊഴുക്കിൽ പള്ളിക്കര ഗോപാലന്റെ വീടിനകത്ത് വെള്ളം കയറിയിരുന്നു. വെള്ളിയാഴ്ച രാത്രിയോടെ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തി. വെള്ളം പമ്പ് ചെയ്തപ്പോഴാണ് വെള്ളം ചോരുന്നത് കണ്ടത്. ഞായറാഴ്ച വൈകിട്ടോടെ കുഴിയെടുത്ത് പൈപ്പിന്റെ ചോർച്ച അടച്ചു. നമ്മുടെ നായരങ്ങാടി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ നോമ്പുതുറ പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. NS റസാഖ് ഹാജി അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ ബോധവൽക്കരണ സന്ദേശം നൽകി. വടക്കേക്കാട് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അശോകൻ, ശിവജി ഗുരുവായൂർ, ഫ്രാൻസിസ് വടക്കൻ, മനാഫ് പുന്നയൂർ, ബഷീർ വാരിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. RCM റഷീദ് പ്രാർത്ഥന നടത്തി. CM അഷ്റഫ് സ്വാഗതവും സുനിൽ വയലത്തൂർ നന്ദിയും പറഞ്ഞു. പുന്നേർകുളം ആൽത്തറ ഗോവിന്ദപുരം മഹാവിഷ്ണു ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധ്വജപ്രതിഷ്ഠയ്ക്കുള്ള അർണവൃക്ഷ ഘോഷയാത്രയ്ക്ക് വരവേൽപ്പ് നൽകി. പാലക്കാട് വടക്കുംചേരിയിൽ നിന്ന് നിലം തൊടാതെ കൊണ്ടുവന്ന തേക്കുമരം ഉത്സവാന്തരീക്ഷത്തിൽ ഭക്തിനിർഭരമായി ക്ഷേത്രത്തിൽ എത്തിച്ചു. പുനരുദ്ധാരണ കമ്മിറ്റിയുടെ 3-4 മാസത്തിലേറെയുള്ള തേക്കുമരത്തിരച്ചിൽ പരിശ്രമത്തിനൊടുവിലാണ് വടക്കുംചേരിയിൽ നിന്ന് ആവശ്യമായ അളവിലുള്ള തേക്കുമരം കണ്ടെത്തി കാപ്പുകെട്ടൽ ചടങ്ങ് നടത്തിയത്. മാർച്ച് 29 ശനിയാഴ്ച താന്ത്രിക വിധി പ്രകാരം പൊടിയിൽ ചേനാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ തേക്കുമര ചുവട്ടിൽ വൃക്ഷപൂജ ചെയ്ത് നിലം തൊടാതെ പരൂർ ശിവക്ഷേത്ര മൈതാനത്ത് സൂക്ഷിച്ച് ഞായറാഴ്ച രാവിലെ 8 മണിക്ക് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കുന്നത്തൂരിൽ നിന്ന് ഘോഷയാത്രയായാണ് ഗോവിന്ദാപുരം ക്ഷേത്രത്തിൽ എത്തിച്ചത്. പൂത്താലത്തിന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടുകൂടിയായിരുന്നു ഘോഷയാത്ര നടത്തിയത്. ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ പണിപ്പുരയിലേക്ക് എത്തിച്ച അർണവൃക്ഷം 7 മാസത്തോളം എടുത്താണ് 36 അടി ഉയരത്തിൽ കൊടിമരം നിർമ്മിക്കുന്നത്. കൊടിമരത്തിന് ഏകദേശം 1/2 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പ്രസിഡന്റ് KB സുകുമാരൻ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ പൊലിത്ത്, സെക്രട്ടറി ശ്യാം പനമുക്കിൽ, ജോയിന്റ് ട്രഷറർ MG സുരേഷ്, ജോയിന്റ് സെക്രട്ടറി ബൈജു നടുവത്ത് തുടങ്ങി ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. വലപ്പാട് ഉപജില്ലയിലെ മികച്ച അധ്യാപകനായി തെരഞ്ഞെടുത്ത ഗുരുവായൂർ സ്വദേശി മാറാശ്ശേരി മനയിലെ ഡോക്ടർ സന്തോഷ് കുമാറിന് നാടിന്റെ സ്നേഹാദരം. ശ്രീകൃഷ്ണ സ്കൂളിലെ റിട്ടയേർഡ് അധ്യാപിക KK ലത പൊന്നാടയണിയിച്ചു. വാറനാട്ട് ഹരിനാരായണൻ, നിഷ വർമ്മ ഗുരുവായൂർ, അനിത ഗോപിനാഥ്, K സുരേഷ് എന്നിവർ സംസാരിച്ചു. സാധാരണ ജനജീവിതങ്ങളെ ചേർത്ത് പിടിക്കുന്ന മുസ്ലിം ലീഗിന്റെയും KMCCയുടെയും രാഷ്ട്രീയ പ്രവർത്തനം കൂടുതൽ മേഖലകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം EP കമറുദ്ദീൻ. ഖത്തർ KMCC ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ റമളാൻ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടിക്കര MMLP സ്കൂളിൽ നടന്ന സഹായ വിതരണ ചടങ്ങിൽ പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ അധ്യക്ഷനായി. അലി ഹംദാൻ പ്രാർത്ഥന നടത്തി. ഖത്തർ KMCC സംസ്ഥാന ജില്ലാ നേതാക്കളായ PSM ഹുസൈൻ, നസീർ വാടാനപ്പള്ളി, ദുബായ്, അജ്മാൻ നേതാക്കളായ ഹക്കീം, സലാം, പഞ്ചായത്ത് അംഗം നജില, സിറാജ്, മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PK പരീദ്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുസ്തഫ കേച്ചേരി, ഖത്തർ KMCC ഭാരവാഹി ഷമീർ എന്നിവർ സംസാരിച്ചു.
മാലിന്യമുക്തം നവകേരളം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി കുന്നംകുളം നഗരസഭയിൽ ശുചിത്വ പ്രഖ്യാപനം നടന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ശുചിത്വ പ്രഖ്യാപന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. SC/ST കമ്മീഷൻ അംഗം TK വാസു ശുചിത്വ പ്രഖ്യാപനവും ആദരവും നടത്തി. അജൈവ മാലിന്യ ശേഖരണത്തിൽ 100% യൂസർ ഫീ കളക്ഷൻ നേട്ടം കൈവരിച്ച 32 വാർഡുകളെയും 80%-ലധികം യൂസർ ഫീ കളക്ഷൻ നേടിയ 3 വാർഡുകളിലെയും കൌൺസിലർമാരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിച്ചു. ശുചിത്വ നിലവാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആശുപത്രിയായി തെരഞ്ഞെടുത്ത യൂണിറ്റി ആശുപത്രി, മികച്ച ഫ്ളാറ്റ് സമുച്ചയമായി തെരഞ്ഞെടുത്ത അജന്ത ഐലൻഡ്, മികച്ച സ്കൂൾ സെന്റ് മേരീസ് GHSS ചൊവ്വന്നൂർ, മികച്ച വ്യാപാര കേന്ദ്രം V-കെയർ, മികച്ച ധനകാര്യ സ്ഥാപനം വടക്കാഞ്ചേരി റോഡിലെ SBI ബാങ്ക്, മികച്ച സർക്കാർ സ്ഥാപനം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എന്നിവർക്കും പുരസ്കാരങ്ങൾ നൽകി. 2 വർഷം തുടർച്ചയായി യൂസർ ഫീ കളക്ഷൻ 100% നേട്ടം തുടരുന്ന വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് നേതൃത്വം നൽകുന്ന വാർഡ് 5 വൈശ്ശേരിയെയും ആ വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെയും പ്രത്യേകം ആദരിച്ചു. കേരള ചരിത്രത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ വാർഡായി മാറി വൈശ്ശേരി. കുന്നംകുളം നഗരസഭയുടെ മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന, ഹരിത ചകിരി ഡിഫൈബറിംഗ് യൂണിറ്റ്, സമത ജൈവവള ഉൽപാദന യൂണിറ്റ് തുടങ്ങിയവയിലെ എല്ലാ അംഗങ്ങൾക്കും നഗരസഭ ഉപഹാരങ്ങൾ നൽകി. നഗരസഭാ ആരോഗ്യ സ്ഥിരകാര്യ സമിതി അധ്യക്ഷൻ T സോമശേഖരൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, പ്രിയ സജീഷ്, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ, ക്ലീൻ സിറ്റി മാനേജർ G സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നഗരസഭാ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച ശുചിത്വ വിളംബര റാലി നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭയിൽ നിന്നും ആരംഭിച്ച ടൗൺ ഹാളിൽ സമാപിച്ച വർണ്ണാഭമായ റാലിയിൽ നഗരസഭയിലെ ജനപ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, നഗരസഭാ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭാ പരിധിയിൽ ശുചിത്വ നിലവാരത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ആശുപത്രിയായി യൂണിറ്റി ആശുപത്രിയെ തെരഞ്ഞെടുത്തു. ആശുപത്രിയിൽ നടപ്പാക്കിയ വിവിധങ്ങളായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളും ശുചിത്വ പ്രവർത്തനങ്ങളിലെ മികവും പരിഗണിച്ചാണ് അംഗീകാരം. മാലിന്യമുക്ത നവകേരളം ശുചിത്വ പ്രഖ്യാപന ചടങ്ങിൽ സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു പുരസ്കാരം സമ്മാനിച്ചു. യൂണിറ്റി ഹോസ്പിറ്റൽ മാനേജർ സുമേഷ് P നായർ ഉപഹാരം ഏറ്റുവാങ്ങി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 87ാം പ്രതിഷ്ഠാ തിരുനാളിന്റെ ഭാഗമായുള്ള തീം സോങ്ങിന്റെ പ്രകാശനം നടന്നു. ഫൊറോന ദേവാലയ അങ്കണത്തിൽ സജ്ജമാക്കിയ തിരുനാൾ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തിരുനാൾ ജനറൽ കൺവീനർ MJ ജോഷിക്ക് നൽകിക്കൊണ്ട് തീം സോങ് പുറത്തിറക്കി. PC സിജോ മാഷാണ് തീം സോങ്ങിന്റെ വരികൾ എഴുതി ഈണം നൽകിയത്. ജോസി അറയ്ക്കൽ സംഗീത സംവിധാനം നിർവഹിച്ചു. സഹവികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ്, കൈക്കാരന്മാരായ CK ജോയ്, ജോൺസൺ കാക്കശ്ശേരി, PS സ്റ്റീഫൻ, ജോൺസൺ C തോമസ്, പ്രതിനിധി യോഗം സെക്രട്ടറി ജീസൺ കാക്കശ്ശേരി, തിരുനാൾ കമ്മിറ്റി ജോയിന്റ് ജനറൽ കൺവീനർ CJ ആൽബർട്ട്, മീഡിയ കമ്മിറ്റി കൺവീനർ ജിമ്മി ജോസഫ്, ജോയിന്റ് കൺവീനർ ജസ്റ്റിൻ ഡേവിഡ്, മറ്റ് കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മെയ് 2, 3, 4, 5, 6 തീയതികളിലാണ് നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം. കടങ്ങോട് മണ്ടംപറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് യാത്രയയപ്പ് നൽകി. PTA പ്രസിഡന്റ് ജസീന അധ്യക്ഷയായി. പ്രധാനാധ്യാപിക PM സാജിദ, രക്ഷിതാക്കളായ സന്ധ്യ, ദേവി, രേഷ്മ എന്നിവർ സംസാരിച്ചു. കേക്ക് മുറിച്ചാണ് യാത്രയയപ്പ് നൽകിയത്. രക്ഷിതാക്കളുടെ സംഭാവനയായി സ്കൂളിലേക്ക് വുഡൻ ഷെൽഫ് നൽകി. മാലിന്യമുക്ത കേരളത്തിനായി കൈകോർക്കാം എന്ന മുദ്രാവാക്യത്തിൽ CPIM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആളൂർ പുഴയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. പാർട്ടി പ്രവർത്തകരുടെയും പ്രദേശവാസികളുടെയും സഹകരണത്തോടുകൂടി നടന്ന ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം CPIM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം C അംബികേശൻ നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം NA ബാലചന്ദ്രൻ അധ്യക്ഷനായി.
ലോക്കൽ സെക്രട്ടറി KS ദിലീപ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ റെൻസൺ തോമസ്, EV മജ്നു, PS നിഷാദ്, KA കബീർ, VV തിലകൻ, ശരത് രാമനുണ്ണി, KM ജിജിൽ, കർഷക സംഘം മറ്റം മേഖലാ പ്രസിഡന്റ് KJ ബിജു, ആർട്ടിസാൻസ് യൂണിയൻ പ്രസിഡന്റ് സുരേന്ദ്രൻ, സണ്ണി തിരുത്തി എന്നിവർ സംസാരിച്ചു. സാമൂഹ്യവിരുദ്ധർ സ്ഥിരമായി അറവു മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും തള്ളുന്ന പ്രദേശമാണ് CPIM പ്രവർത്തകർ ചേർന്ന് വൃത്തിയാക്കിയത്. 100ഓളം പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. അഞ്ഞൂർ JMLP സ്കൂൾ 86-ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ പുഷ്പ മുരളി അധ്യക്ഷയായി. സ്റ്റാഫ് സെക്രട്ടറി ധനലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻഡോമെന്റ് വിതരണവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി. OSA വൈസ് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ, PTA പ്രസിഡന്റ് വിദ്യാ സുജിത്, MPTA പ്രസിഡന്റ് ജിനിത ദിലീപ്, റിട്ടയേർഡ് അധ്യാപിക തങ്കം ഈപ്പൻ, റിട്ടയേർഡ് പ്രധാനാധ്യാപിക കൊച്ചുത്രേസ്യ എന്നിവർ പങ്കെടുത്തു. വിരമിക്കുന്ന അധ്യാപിക KA ഇന്ദിര മറുപടി പ്രസംഗം നടത്തി. പ്രധാന അധ്യാപകൻ PB മെഷിലാൽ സ്വാഗതവും സ്റ്റാഫ് പ്രതിനിധി ഗിൽഷ നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാവിരുന്നും ഉണ്ടായിരുന്നു. ആസാദ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ 56ാമത് തിമിര ശസ്ത്രക്രിയ നേത്ര പരിശോധനാ ക്യാമ്പ് വട്ടമ്പാടം റോസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. തെരഞ്ഞെടുക്കപ്പെടുന്ന അർഹരായ രോഗികൾക്ക് തിമിരത്തിനുൾപ്പെടെയുള്ള എല്ലാത്തരം ശസ്ത്രക്രിയകളും സൗജന്യമായി ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. കുന്നംകുളം, വടക്കേക്കാട്, പുന്നേർകുളം മേഖലയിൽ നിന്നായി കൂടുതൽ പേർ സൗജന്യ ശസ്ത്രക്രിയയ്ക്ക് അപേക്ഷിച്ചതിനാൽ ഈ മേഖലകളിൽ കൂടുതൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമൂഹത്തിൽ ലഹരി ഉണ്ടാക്കുന്ന ഗുരുതര പ്രത്യാഘാതങ്ങൾക്കെതിരെ ആസാദ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. കടങ്ങോട് പഞ്ചായത്ത് 2-ാം വാർഡ് നെല്ലിക്കുന്ന് പരപ്പ് പള്ളിമേപ്പുറം മേഖല കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. 13,70,70,000 അടങ്കൽ തുക ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. വാർഡ് മെമ്പർ ഗഫൂർ കടങ്ങോട് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രമണി രാജൻ, ബീന രമേശ്, TP ലോറൻസ്, മെമ്പർമാരായ ടെസി ഫ്രാൻസിസ്, KR സിമി, രമ്യ ഷാജി എന്നിവർ സംസാരിച്ചു. പദ്ധതി കൺവീനർ KH സുലൈമാൻ സ്വാഗതവും VE അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. കണ്ടാണിശ്ശേരി പഞ്ചായത്ത് 8-ാം വാർഡിൽ KVP കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. കല്ലായിൽ റോഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാനും വാർഡ് അംഗവുമായ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, ശരത് രാമനുണ്ണി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ നിന്നും 5.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ചത്. കുടിവെള്ള പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ പ്രദേശവാസിയായ സെയ്താലിയെ ചടങ്ങിൽ ആദരിച്ചു. പാലയൂർ ആലപ്പാട്ട് വൈലി ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെയും ഭഗവതിയുടെയും പ്രതിഷ്ഠാദിനം നടന്നു. ഉപദേവന്മാരായ മുത്തപ്പൻ, വീരഭദ്രൻ, ഗണ്ഡാകർണൻ, ഗുളികൻ എന്നിവരുടെയും നാഗപ്രതിഷ്ഠയും നടന്നു. രാവിലെ ക്ഷേത്രത്തിൽ നിർമ്മാല്യം, കലശാഭിഷേകം എന്നിവയ്ക്ക് അനൂപ് ശാന്തി നേതൃത്വം നൽകി. ഞായറാഴ്ച വൈകിട്ട് ഒരുമനിയൂർ കൊറാട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും താലം വരവും വൈശാഖ് പള്ളിപ്പുറത്തിന്റെ നേതൃത്വത്തിൽ 51 പേരുടെ പാണ്ടിമേളവും നടന്നു. പുലർച്ചെ നടക്കുന്ന ഗുരുതി പൂജയോടെ 4 ദിവസമായി നടന്നു വന്നിരുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാകും. പറക്കാട് ഗ്രാമത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ ഉന്നമനത്തിനായി രൂപം നൽകിയ പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ 15-ാം വാർഷികത്തോടനുബന്ധിച്ച് ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. പറക്കാട് ചേലൂർകുന്ന് അയ്യപ്പസ്വാമി ക്ഷേത്രാങ്കണത്തിൽ നടന്ന ഗ്രാമോത്സവം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവും കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ വലിയ സന്തോഷം തോന്നി. കാരണം നന്മയാകുന്ന കാന്തി കാണുവാൻ കണ്ണിനാകണമേ എന്നാണ് തുടങ്ങിയത്. ഈ വലിയ ഒരു നന്മ 15 വർഷമായി പരക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തരത്തിലുള്ള വർഗീകരണവും ഇല്ലാതെ ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് അപൂർവമായി കൊണ്ടിരിക്കുന്ന ഒരു നന്മ കാണുവാൻ ഞാൻ അടങ്ങുന്ന ലോകത്തിന് കണ്ണുണ്ടാവണേ എന്ന് ഈ ഒരു നാട് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് പരമേശ്വരൻ തച്ചങ്കുളം അധ്യക്ഷനായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് മലയാളം വിഭാഗം അധ്യാപകനും കവിയുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പറക്കാട് വെൽഫെയർ അസോസിയേഷൻ അംഗങ്ങൾക്കായി അമല ഹോസ്പിറ്റലിൽ ഒരുക്കുന്ന ഹെൽത്ത് കവറേജ് പദ്ധതിയുടെ ഉദ്ഘാടനം
അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ നിർവഹിച്ചു. പദ്ധതിയെക്കുറിച്ച് അമല ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ വിശദീകരിച്ചു. പറക്കാട് വെൽഫെയർ അസോസിയേഷന്റെ പ്രസിദ്ധീകരണമായ മുക്കുറ്റിയുടെ പ്രകാശനം BK ഹരിനാരായണൻ നിർവഹിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ഷാലി ചന്ദ്രശേഖരൻ, വെൽഫെയർ അസോസിയേഷൻ സെക്രട്ടറി PS സുഷീർ, ട്രഷറർ VU ചന്ദ്രൻ, ഷാജി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. പറക്കാട് ഗ്രാമത്തിൽ നിന്നും സാമൂഹിക വിദ്യാഭ്യാസ ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച പറക്കാട് നിവാസികളെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിനെ തുടർന്ന് തൃശൂർ ജനനയനയുടെ നേതൃത്വത്തിൽ നാടൻ കലകളും പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളും കോർത്തിണക്കിയ ഫോക്ക് ഈവ് അരങ്ങേറി. ചാലിശ്ശേരി ജനമൈത്രി പോലീസും ജാഗ്രതാ സമിതിയും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ ഇഫ്താർ വിരുന്നൊരുക്കി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ R. കുമാർ ഇഫ്താർ സന്ദേശം നൽകി. സ്നേഹത്തിന്റെയും പങ്കിടലിന്റെയും നന്മയാണ് ഇഫ്താർ നൽകുന്ന സന്ദേശമെന്ന് SHO പറഞ്ഞു. സബ് ഇൻസ്പെക്ടർ S. ശ്രീലാൽ, കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ T. അരവിന്ദാക്ഷൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ KJ ജയൻ, PR രാജേഷ്, KS ഗിരീഷ് കുമാർ, ബീറ്റ് ഓഫീസർമാർ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ജാഗ്രതാ സമിതി അംഗങ്ങളും പങ്കെടുത്തു. ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ അബ്ദുൽ കരീം, R. സജിത, ജാഗ്രതാ സമിതി അംഗങ്ങളായ ബഷീർ തങ്ങൾ, സുരേഷ്, സജീവൻ, സുനിത സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സഭാ തർക്കം നിലനിൽക്കുന്ന ചാലിശ്ശേരിയിൽ യാക്കോബായ വിശ്വാസികൾക്ക് ഞായറാഴ്ച സെമിത്തേരിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കാതെ ജില്ലാ ഭരണകൂടം നൽകിയ ഉത്തരവ് ലംഘിച്ച് മറുവിഭാഗം പ്രധാന കവാടം പൂട്ടിപ്പോയി എന്ന് ആക്ഷേപം. യാക്കോബായ വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് നൽകിയ ഉത്തരവ് ലംഘിച്ചതായാണ് ആക്ഷേപമുയരുന്നത്. സബ് കളക്ടറുടെ ഉത്തരവ് പ്രകാരം നേരത്തെ ജനുവരി, ഫെബ്രുവരി മാസം ഞായറാഴ്ചകളിൽ സെമിത്തേരിയിൽ പോയി മരണമടഞ്ഞ പൂർവികരുടെ കല്ലറകളിൽ പോയി വിശ്വാസികൾ പ്രാർത്ഥന നടത്തിയിരുന്നു. 2 മാസത്തിനു ശേഷം കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ മാതൃദേവാലയത്തിലേക്ക് എത്തിയ യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിലേക്ക് പോകുവാൻ കഴിയാത്ത രീതിയിൽ തടസ്സം സൃഷ്ടിക്കുകയായിരുന്നുവെന്നാണ് പരാതി. സെമിത്തേരിയിൽ പൂർവികരുടെ കല്ലറകളിൽ പ്രാർത്ഥിക്കാൻ അനുമതി തരണമെന്നാവശ്യപ്പെട്ട് യാക്കോബായ വിഭാഗം ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച മുതൽ ഏപ്രിൽ, മെയ് മാസത്തേക്കു കൂടി യാക്കോബായ വിശ്വാസികൾക്ക് സെമിത്തേരിയിൽ പ്രവേശിക്കാൻ ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് ശനിയാഴ്ച ഉത്തരവ് നൽകി. പള്ളിയിൽ ഇടവക അംഗത്തിന്റെ 40ാം അടിയന്തരം ഉൾപ്പെടെ വലിയ നോമ്പായതിനാൽ സെമിത്തേരിയിൽ പോകുവാൻ നിരവധി വിശ്വാസികൾ എത്തിയിരുന്നു. മറുവിഭാഗം കുർബാന നേരത്തെ അവസാനിപ്പിച്ച ഗേറ്റ് പൂട്ടിപ്പോയതിനെ തുടർന്ന് ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, ഭദ്രാസന കൌൺസിൽ അംഗം CU രാജൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും തുടങ്ങി വിശ്വാസികൾ ദേവാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. പള്ളി കമ്മിറ്റി സബ് കളക്ടറുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് അടുത്ത ദിവസം പ്രവേശനത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന ഉറപ്പിന്മേൽ വിശ്വാസികൾ പ്രതിഷേധം അവസാനിപ്പിച്ചു. ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പോർക്കുളം പഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം MLA AC മൊയ്തീൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ അധ്യക്ഷനായി. ഹരിതകർമ്മസേന പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ഹരിത പദവിയിലെത്തുന്ന ഓഫീസുകൾ, വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, അംഗൻവാടികൾ എന്നിവയ്ക്ക് ഹരിത കേരള മിഷൻ നൽകുന്ന സാക്ഷ്യപത്രം ചടങ്ങിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ലിൻസ് ഡേവിഡ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ് ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു ബാലൻ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് ജിഷ ശാശി സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി S. പരമേശ്വരൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ 2025ന്റെ നേതൃത്വത്തിൽ ശിഹാബ് തങ്ങൾ അനുസ്മരണവും പെരുന്നാൾ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം EP കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളറക്കാട് മുക്രിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ചെയർമാൻ ഗഫൂർ കടങ്ങോട് അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായി. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം MP കുഞ്ഞിക്കോയ തങ്ങൾ ശിഹാബ് തങ്ങൾ അനുസ്മരണവും മുഖ്യപ്രഭാഷണവും നടത്തി. മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KC മൊയ്തുട്ടി റിലീഫ് കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. DCC സെക്രട്ടറി VK രഘുസ്വാമി, മുസ്ലിം ലീഗ് ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം, ഗഫൂർ പള്ളിക്കുളം, ഷറഫു പന്നിത്തടം, സജീവ് ചാത്തനാത്ത, KC ഹംസ, MK അലവി മാസ്റ്റർ, VC അഷ്റഫ്, സ്വാബിർ കടങ്ങോട്, നൌഷാദ് തെക്കുമുറി, ജുറൈജ് വാഫി, നിഷാദ് ദാരിമി, TA മുസ്തഫ എന്നിവർ സംസാരിച്ചു.
എടയൂർ സമീക്ഷ കലാസാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ മുനീറുൽ ഇസ്ലാം മദ്രസയിൽ 38 വർഷത്തെ സേവനമനുഷ്ഠിച്ച അബ്ദുറഹ്മാൻ ഉസ്താദിനെ ആദരിക്കലും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു. സമീക്ഷ നഗറിൽ നടത്തിയ ചടങ്ങിൽ ദീർഘകാല സേവനത്തിന് ശേഷം പിരിഞ്ഞുപോകുന്ന അബ്ദുറഹ്മാൻ ഉസ്താദിന് ഉപഹാരം സമ്മാനിച്ച് പൊന്നാടയണിയിച്ച് ആദരിച്ചു. അബ്ദുറഹ്മാൻ ഉസ്താദ് മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് ക്ലബ്ബ് ഭാരവാഹികളും രക്ഷിതാക്കളും പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇഫ്താർ മീറ്റും നടത്തി. വയലത്തൂർ 3470 നമ്പർ NSS കരയോഗം പുതുതായി നിർമ്മിക്കുന്ന ആസ്ഥാന മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം കരയോഗം പ്രസിഡന്റ് PV സുധാകരന്റെ അധ്യക്ഷതയിൽ യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ മാസ്റ്റർ നിർവഹിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ മന്ദിര നിർമ്മാണ ഫണ്ട് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. യൂണിയൻ സെക്രട്ടറി MK പ്രസാദ്, വനിതാ യൂണിയൻ പ്രസിഡന്റ് ബിന്ദു നാരായണൻ, സെക്രട്ടറി ജ്യോതി രാജീവ് എന്നിവർ പങ്കെടുത്തു. കരയോഗ ഭരണസമിതി പ്രസിഡന്റ് PV സുധാകരൻ, ട്രഷറർ T മോഹനകൃഷ്ണൻ, സെക്രട്ടറി K ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. 1600 ചതുരശ്ര അടിയിൽ 2 നിലകളുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. എരുമപ്പെട്ടി കുട്ടഞ്ചേരി തുമ്പിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ നാഗപ്രതിഷ്ഠ തിങ്കളാഴ്ച രാവിലെ 7-നും 9-നും ഇടയിൽ നടക്കും. ക്ഷേത്രം തന്ത്രി കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശപ്രകാരം പാതിരിക്കുന്നത്തുമന സുരേഷ് നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് സർപ്പബലി ഉണ്ടാകും. അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ചരമം മറ്റം ചേലൂർ പൊന്നരാശ്ശേരി ശേഖരൻ ഭാര്യ യശോദ നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പ്രേമലത, റിട്ടയേർഡ് അധ്യാപിക ഷഗി, സുരേഷ് ബാബു എന്നിവർ മക്കളാണ്. കുന്നംകുളം കൊങ്ങണ്ണൂർ പുതുക്കുളങ്ങര അമ്മിണിയമ്മ നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. പരേതനായ വീരത്തേതിൽ മാധവൻ നായർ ഭർത്താവാണ്. കല്യാണിക്കുട്ടി, രാമകൃഷ്ണൻ, ചന്ദ്രമോഹനൻ എന്നിവർ മക്കളാണ്. എരുമപ്പെട്ടി കുണ്ടന്നൂർ മുരിങ്ങാത്തേരി പരേതനായ അന്തോണി മകൻ കുര്യാക്കോസ് നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം കുണ്ടന്നൂർ കർമ്മലമാത പള്ളി സെമിത്തേരിയിൽ നടന്നു. അഡ്വക്കേറ്റ് അജി, അജിത എന്നിവർ മക്കളാണ്. പെരുമ്പിലാവ് ഒറ്റിപ്പിലാവ് കണിശത്ത് പറമ്പിൽ ദാമോദരൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. റിട്ടയേർഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ജോയിന്റ് രജിസ്ട്രാർ ജനറൽ ആയിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. ശാരദ ഭാര്യയും നന്ദകുമാർ, പരേതയായ നന്ദിനി, ദേവാനന്ദ് എന്നിവർ മക്കളുമാണ്. എരുമപ്പെട്ടി പഴവൂർ തെക്കേക്കര പാടത്തുവളപ്പിൽ പരേതനായ കോതമകൻ ഗോപാലകൃഷ്ണൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. കൗസല്യ ഭാര്യയും ഗോപിക മകളുമാണ്. ചൊവ്വന്നൂർ മുതിരംപറമ്പത്ത് മാധവൻ നിര്യാതനായി. സംസ്കാരം ചെറുതുരുത്തി പുണ്യതീരത്ത് നടത്തി. തങ്കമണി ഭാര്യയും സുരേഷ്, സുമ, ഷീജ എന്നിവർ മക്കളുമാണ്. കാണിയാമ്പാൽ ചെമ്മണ്ണൂർ പരേതനായ കുഞ്ഞുമോൻ മകൻ ബാലകൃഷ്ണൻ നിര്യാതനായി. 62 വയസ്സായിരുന്നു. അമ്മിണി മാതാവും പരേതനായ പത്മിനി ഭാര്യയുമാണ്. ബിനുകൃഷ്ണ, ഗോകുൽകൃഷ്ണ എന്നിവർ മക്കളാണ്. സംസ്കാരം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടന്നു. കാഞ്ഞിരത്തിങ്കൽ മണ്ടകത്തിങ്കൽ വീട്ടിൽ പ്രഭാകരൻ ഭാര്യ രത്നകുമാരി നിര്യാതയായി. 65 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രവീൺ, വിപിൻ, രഞ്ജു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊന്നാനിയിൽ ശവ്വാൽ പിറ തെളിഞ്ഞു. വ്രതശുദ്ധിയുടെ പുണ്യവുമായി കേരളത്തിൽ തിങ്കളാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ഈദ്ഗാഹുകളിൽ വിപുലമായ പെരുന്നാൾ നമസ്കാരങ്ങൾക്ക് ക്രമീകരണങ്ങളായി. കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് തുടക്കം. തട്ടകദേശങ്ങളിൽ നിന്നുള്ള വേലവരവിന്റെ ഭാഗമായി നാടൻ കലാരൂപങ്ങളും തെയ്യക്കാഴ്ചകളും വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രമുറ്റത്തെത്തി ചുവടുകൾ വെച്ചു. തിങ്കളാഴ്ച ആനയെഴുന്നള്ളിപ്പിന്റെ ചന്തം വിരിയുന്ന പൂരാഘോഷം. ലഹരിക്കെതിരെ കൈകോർത്ത് പൗരസമൂഹം. എരുമപ്പെട്ടിയിൽ ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ജാഗ്രതാ സമിതി രൂപീകരിച്ചു. പിന്തുണയുമായി CCTV ന്യൂസും. യോദ്ധാവാകാം ജേതാവാകാം എന്ന സന്ദേശവുമായി ഗുരുവായൂരിൽ നൈറ്റ് മാർച്ച്. വിവിധയിടങ്ങളിൽ ബോധവൽക്കരണങ്ങളും സജീവം. ചങ്ങരംകുളം പാവിട്ടപ്പുറത്ത് നിർത്തിയിട്ട ചരക്ക് ലോറിക്ക് പുറകിൽ സ്കൂട്ടറിടിച്ച് ഗുരുവായൂർ സ്വദേശിക്ക് ദാരുണാന്ത്യം. താമരയൂർ സ്വദേശി 56 വയസ്സുള്ള രാഘവനാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.